എന്നാ സാധനം ഇപ്പം ഇദ്ദേഹം പറഞ്ഞത് ഇന്നും ഇവിടെ ബലി നടന്ന സ്ഥലമാണ്. നമുക്കവിടെ കാണാം, ഇവിടെ ചോരയൊക്കെ ഇവിടെ കാണാനായിട്ട് സാധിക്കും. ദേവിയുടെ നെറ്റി പതിച്ച സ്ഥലമാണിത്. ഈ ഓട്ടോയും ഇവിടുത്തെ കയറ്റാനായിട്ട് കണ്ടോ. അപ്പോൾ ഇവിടെ രണ്ട് നദി സംഗമിക്കുന്നത് നമുക്ക് ആ ഓട്ടോക്കാരൻ നമുക്ക് പറഞ്ഞു തന്നായിരുന്നു. അജയ് നദിയും ഗംഗാ നദിയും കൂടെ സംഗമിക്കുന്ന സ്ഥലമാണെന്നാണ് തോന്നുന്നത്. 51 ശക്തിപീഠങ്ങളിലൂടെയുള്ള യാത്രയുടെ ഭാഗമായിട്ട് നമ്മളിപ്പോഴുള്ളത് ബാഹുല ശക്തിപീഠ ക്ഷേത്രത്തിലാണ്. 22ാമത്തെ ശക്തിപീഠ ക്ഷേത്രമായിട്ടുള്ള ജുരൻപൂരിലെ കാളിപീഠ ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ ഇവിടെ നിന്ന് പോകുന്നത്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 30 കിലോമീറ്റർ ദൂരമാണ് ഈ ജുരൻപൂർ എന്ന് പറയുന്ന സ്ഥലത്തോട്ടുള്ളത്. അപ്പോൾ ഇവിടെ തൊട്ടടുത്ത് ഇവിടെ ഒരു കത്വ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ആ കത്വ എന്ന് പറയുന്ന സ്ഥലത്ത് ചെന്നിട്ട് അവിടെ നിന്ന് വേണം നമുക്ക് പോകാനായിട്ട്. ഈ കത്വയിലോട്ട് പോകാനായിട്ട് നമുക്ക് ഇവിടുന്ന് നടന്ന് കേതുഗ്രാം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ആ കേതുഗ്രാം എന്ന് പറയുന്ന സ്ഥലം വരെ നമ്മൾ നടന്നു പോകണം. നടന്ന് അവിടെ ചെന്നിട്ട് അവിടെ നിന്ന് നമുക്ക് കത്വ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നമുക്ക് ബസ് കിട്ടും. അപ്പോൾ അവിടെ നിന്ന് കത്വയിൽ ചെന്നിട്ട് വീണ്ടും നമുക്ക് ജുരൻപൂരിന് ബസ്സോ ഓട്ടോയോ എന്താണ് സൗകര്യം എന്ന് നോക്കണം. നമുക്ക് വ്യക്തമായിട്ടുള്ള ഐഡിയ ഇല്ല. നമ്മൾ ബാഹുല ശക്തിപീഠത്തിലേക്ക് നടന്നു വന്നത് ഈ കാണുന്ന പാലത്തെ കൂടാണ്. ഇവിടെ ഒരു നദിയുണ്ട്. ഈ നദി ഈശാനി നദി എന്ന് പറയുന്നൊരു നദിയാണ്. ഈ നദിയുടെ തീരത്തായിട്ടാണ് നമ്മുടെ ബാഹുല ശക്തിപീഠം. നമുക്ക് ഇവിടെ നിന്ന് ഏകദേശം ഒരു 1 കിലോമീറ്റർ നടന്നു പോകണം ഈ കേതുഗ്രാമം എന്ന് പറയുന്ന സ്ഥലത്ത് ചെന്ന് അവിടുത്തെ ബസ് സ്റ്റോപ്പിലോട്ട് പോകാനായിട്ട്. എന്നാണ് നല്ല പൊരിഞ്ഞ വെയിലാണ്. വീട്ടിൽ നിന്ന് വന്നപ്പം ഒരു കുട എടുത്തുകൊണ്ട് വന്നതുകൊണ്ട് എന്നാണെങ്കിലും വെയിലത്ത് നമുക്ക് വെയിൽ കൊള്ളാതെ പോകാം. അപ്പം 109 110 ദിവസമായി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇതുവരെ ഈ കുട ഉപയോഗിക്കേണ്ട വന്നിട്ടില്ല. നമ്മൾ കുറേ ദിവസമായിട്ട് ബംഗാളിലെ ഉൾഗ്രാമത്തിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. എന്താ ഇവിടുത്തെ പിള്ളേരൊക്കെ നിൽക്കുന്നതുണ്ടോ. പിള്ളേർക്ക് പഠിത്തവും ക്ലാസ്സും ഒന്നും സ്കൂൾ നെയ്യാ സ്കൂൾ നെയ് ഇവിടെ കണ്ടോ. ഇവിടെ നെല്ല് മെതിക്കുന്ന ഇങ്ങനെ മെഷീനിൽ ഇത് ചെയ്യുന്ന നെല്ലിൻ്റെ നെൽകൃഷിയുടെ ഭാഗങ്ങളൊക്കെയാണ്. പിള്ളേരുമൊക്കെ ഇവിടെ സഹായിക്കാനായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബംഗാളിൻ്റെ ഉൾഗ്രാമത്തിലൂടെയാണ് കുറേ ദിവസങ്ങളായിട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഏകദേശം ഒരു 1 കിലോമീറ്റർ നടന്ന് കേതുഗ്രാം എന്ന് പറയുന്ന ആ ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ്. അങ്ങനെ നമുക്ക് കേതുഗ്രാമിൽ നിന്ന് കത്വായ്ക്കുള്ള ഒരു ബസ് കിട്ടിയിരിക്കുകയാണ്. നല്ല ചൂടാണ്. ഈ ബസ്സിൽ വലിയ തിരക്കൊന്നുമില്ല. ഇവിടുന്ന് ഒരു 15 കിലോമീറ്ററേ ഉള്ളൂ കത്വ എന്ന് പറയുന്ന സ്ഥലത്തേക്ക്. ഗ്രാമത്തിൻ്റേതായിട്ടുള്ള എല്ലാ ഭംഗികളുമുള്ള വീടുകളാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ ഇവിടെ ഇത് കണ്ടോ, നെല്ല് മെതിക്കുന്ന ഒക്കെ കാഴ്ചകൾ കാണാം. വഴിയിലെല്ലാം ഇങ്ങനെ കച്ചിയാണ്. കച്ചിയല്ല, ഇത് കൊയ്തെടുത്ത് വെച്ചിരിക്കുന്ന നെല്ലാണെന്ന് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു മില്ല് കാണും ഇവിടെ. മില്ലിലോട്ടൊക്കെ കൊണ്ടുപോകാനായിട്ട് ഉള്ളതായിരിക്കും. നമ്മൾ ബംഗാളിലെ ചെറിയ ചെറിയ ഗ്രാമങ്ങളിലൂടെയും ചെറിയ ചെറിയ നഗരങ്ങളിലൂടെയും ഒക്കെ നമ്മൾ കത്വ എന്ന് പറയുന്ന സ്ഥലത്തോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കത്വ എന്ന് പറയുന്ന സ്ഥലത്തോട്ട് അടുക്കുവാണ്. അപ്പം നമ്മൾ കത്വയിൽ വന്ന് ഇറങ്ങിയിരിക്കുകയാണ്. ജുരൻപൂർ എന്ന് പറയുന്ന സ്ഥലത്തോട്ട് പോകാനായിട്ടുള്ള സംവിധാനം എന്നതാണ് നോക്കുന്നത്. ഇവിടെ ഈ ജുരൻപൂർ എന്ന് പറയുന്ന സ്ഥലത്തിനെ കുറിച്ചിട്ട് ഇവിടെ പോലീസുകാർക്ക് പോലും ചോദിച്ചിട്ട് അറിയത്തില്ല. ഇവിടെ ബസ് സ്റ്റാൻഡ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ബസ് സ്റ്റാൻഡിലോട്ട് പോയിട്ട് നമുക്ക് ബസ് സ്റ്റാൻഡിൽ അന്വേഷിച്ച് നോക്കാം. ബസ് സ്റ്റാൻഡിൽ എത്തിയിരിക്കുകയാണ്. ബസ്സിൽ എഴുതി വെച്ചിരിക്കുന്ന സംഗതിയൊന്നും ഒരു രക്ഷയില്ല. ഒന്നും വായിക്കാനായിട്ട് നമുക്ക് പറ്റുമല്ലോ. നമുക്ക് ആരോടെങ്കിലും ഒന്ന് ചോദിച്ച് ബസ് സ്റ്റാൻഡിലെ ഇവിടുത്തെ വല്ല ഓഫീഷ്യൽസിനോട് വല്ല ഒന്ന് ചോദിക്കാം ഇവിടെ ഈ ജുരൻപൂർ എന്ന് പറയുന്ന സ്ഥലത്തിനെ കുറിച്ചിട്ട്. നമ്മളിവിടെ ഈ കത്വ ബസ് സ്റ്റാൻഡിൽ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ നിന്ന് ഈ ജുരൻപൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ബസ്സൊന്നും കിട്ടുകയില്ല. നമുക്ക് ഓട്ടോക്കാരോട് വല്ല ഒന്ന് അന്വേഷിച്ച് നോക്കാം ഈ ജുരൻപൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകാനായിട്ട് പറ്റുമോ എന്നുള്ള കാര്യം. ഈ ബസ് സ്റ്റാൻഡിൻ്റെ നേരെ മുന്നിൽ തന്നെ ഇതുപോലെ സൈക്കിൾ റിക്ഷകൾ ഇങ്ങനെ നിർത്തിയിട്ടിരിക്കുന്നത്. ഇവിടെ ഒരു കരിമ്പൻ ജ്യൂസൊക്കെ നമുക്ക് കുടിച്ചിട്ട് പോകാം. ഇവിടെ നമ്മൾ ആ കരിമ്പൻ ജ്യൂസ് കുടിച്ച അവിടുത്തെ ആ ചേട്ടനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇവിടെ മുന്നിൽ ഒരു റെയിൽവേ ക്രോസ് ആണ് കാണുന്നത്. ഇത് ക്രോസ് ചെയ്ത് അങ്ങേ സൈഡിൽ ചെല്ലണം. അങ്ങേ സൈഡിൽ ചെന്ന് കഴിയുമ്പം അവിടുന്ന് നമുക്ക് ഓട്ടോ കിട്ടും. ആ ഓട്ടോ വിളിച്ച് നമ്മൾ ഒരു ഗംഗയുടെ തീരം, ഗംഗാ നദി എന്നാണ് പറഞ്ഞത്. ഗംഗാ നദിയാണോ ഹൂഗ്ലി നദിയാണോ ഭാഗീരഥി നദിയാണോ എന്നറിയുന്നത്. പല രീതിയിൽ പലയിടത്തും അങ്ങനെയൊക്കെയാണ് കാണുന്നത്. അപ്പം നദി ക്രോസ് ചെയ്തിട്ട് അങ്ങേ സൈഡിൽ ചെന്നിട്ട് അവിടെ നിന്നാണ് നമുക്ക് ഈ ജുരൻപൂരിനുള്ള ബസ് കിട്ടുന്നത്. അവിടെ നിന്ന് ബസ്സും കിട്ടും ഓട്ടോയും കിട്ടുമെന്നാണ് പറഞ്ഞത്. ഇത് കത്വ റെയിൽവേ സ്റ്റേഷനാണ്. കത്വയിൽ സാമാന്യം വലിയൊരു റെയിൽവേ സ്റ്റേഷനാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നമുക്ക് നേരെ മുന്നിലായിട്ട് ജുരൻപൂർ ആണ്. ഇവിടെ നിന്നാണ് ഇവിടെ ഷെയർ ഓട്ടോകളാണ് കിട്ടുന്നതെന്നാണ് തോന്നുന്നത് കേട്ടോ. ഇവിടെ ആൾക്കാരൊക്കെ കയറി ഇരിപ്പുണ്ട് ഓട്ടോയിൽ. നമുക്ക് ഇവിടെ നിന്ന് ഷെയർ ഓട്ടോ അല്ലാതെ പോകണമെങ്കിൽ ഷെയറിന് 10 രൂപയാണ് ഒരാൾക്ക്. അല്ലാതെ ഇതിപ്പം നമ്മൾ മാത്രമായിട്ട് പോവുകയാണ്. ഇപ്പോൾ ഇതിന് നമുക്ക് 50 രൂപയാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഘാട്ട് വരെയാണ് പോകുന്നത്. അവിടെ നമ്മൾ നദി ക്രോസ് ചെയ്ത് അങ്ങേ സൈഡിൽ ചെന്നിട്ട് വേണം നമുക്ക് വേറെ ഒരു വണ്ടിക്ക് കയറിയിട്ട് വേണം നമുക്ക് ജുരൻപൂരിലോട്ട് പോകാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ഈ ഓട്ടോയ്ക്ക് നമ്മൾ ജുരൻപൂർ ഘാട്ട് വരെയാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ ബംഗാളിലെ കത്വ നഗരത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ ജുരൻപൂർ ശക്തിപീഠത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടോ, നമ്മൾ ആ ഗ്രാമത്തിലൊക്കെ കണ്ടതുപോലെ ഇങ്ങനെ നെല്ല് മെതിക്കുന്ന
ദൃശ്യങ്ങൾ ഇവിടെയും നമുക്ക് കാണാം. അങ്ങനെ നമ്മളിവിടെ ഘാട്ടിൻ്റെ അടുത്ത് വരെ എത്തി. ഇത് ഗംഗാനദിയാണെന്ന് തന്നെയാണ് ഈ ഓട്ടോക്കാരൻ നമ്മളോട് പറഞ്ഞത്. കണ്ടേ ഇവിടെയും നമുക്കിതുപോലെ സൈക്കിൾ റിക്ഷകൾ കാണാം. സൈക്കിൾ റിക്ഷകൾ ഇപ്പോൾ ഉള്ള സ്ഥലങ്ങൾ വളരെ കുറവാണ്. നമുക്കിവിടെ ദൂരെയായിട്ട് ഗംഗാനദി കാണാം. ഗംഗാനദി ഇതിനു മുമ്പ് നമ്മൾ കണ്ടത് കുംഭമേളയുടെ സമയത്ത് പ്രയാഗ്രാജ് വെച്ചിട്ടാണ്. ഇവിടെ ഇങ്ങനെ ഒരു അമ്പലം പോലെ ചെറിയൊരു സംവിധാനമൊക്കെ കാണാം. ഗംഗാനദി ആയതുകൊണ്ട് തന്നെ ഇവിടെ ബോട്ടും ഒക്കെ ജങ്കാറൊക്കെ റെഡിയായിട്ട് നിൽപ്പുണ്ട്. ഇവിടെ എന്തുകൊണ്ട് ഇതുപോലെ ജങ്കാറിനാണ് നമുക്ക് പോകേണ്ടത് അങ്ങേ സൈഡിലോട്ട്. അപ്പം ഇത് നമുക്ക് ക്രോസ് ചെയ്ത് ഈ ജങ്കാർ ചെല്ലുന്ന ആ സൈഡ് അങ്ങ് ദൂരെയായിട്ടൊരു ഇത് കാണാം, ഒരു കര കാണാം. ഒരു ബോട്ട് അങ്ങേ കരയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പം നമുക്ക് ഇതിനായിരിക്കും മിക്കവാറും പോകേണ്ടത്. പക്ഷേ ഇത് നിറച്ച ആൾ നിറഞ്ഞിട്ടേ പോകുള്ളൂ എന്നാണ് തോന്നുന്നത്. ഇങ്ങനെ ഈ ബോട്ട് വന്ന് ഇങ്ങോട്ട് കരയ്ക്കോട്ട് അടുക്കുന്നതാണ്. അങ്ങനെ ഇത് നമ്മൾ വിവിധങ്ങളായിട്ടുള്ള കാഴ്ചകളാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇവിടുന്ന് ആൾക്കാരൊക്കെ ഇറങ്ങി അങ്ങോട്ട് പോകുന്നു. നമ്മളിനി അങ്ങനെ ബോട്ടിൽ നിന്ന് ഇറങ്ങിയ ആൾക്കാർ അങ്ങേ സൈഡിലുണ്ട്. വണ്ടിയൊക്കെ ചാടിച്ചാണ് പോകുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമാതിരി സർക്കസ് പോലെയാണ് വണ്ടിയൊക്കെ ഇറക്കി കൊണ്ടുപോകുന്നത്. അവരവിടെ തിരുതി വെച്ച് പോയതാണ്. ഇങ്ങനെ കൊണ്ടുപോകാനായിട്ടുള്ള സംവിധാനം ഉണ്ടായിരുന്നു ഇവിടെ. ഈ ഓട്ടോയും ഇവിടുത്തെ കയറ്റാനായിട്ട് കണ്ടോ, ഓട്ടോ ഈ ജങ്കാരെ കയറ്റിക്കൊണ്ട് പോകുന്നത്. ഇത്രയും ചെറിയൊരു സംഭവത്തെ കൂടാണ് അത് കയറ്റി കൊണ്ടുപോയത്. അങ്ങനെ നമ്മളും ഇവിടത്തിലോട്ട് കയറുവാണ്. നമ്മുടെ ബോട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ബോട്ട് ഇവിടുന്ന് നീങ്ങിയിരിക്കുകയാണ്. നല്ല വെയിലാണ്. എന്നാൽ ഇവിടെയും കുടയൊക്കെ ചൂടിയാണ് നിൽക്കുന്നത്. എല്ലാവരും ഇവിടെ കുടയൊക്കെ ചൂടി തന്നെയാണ് നിൽക്കുന്നത്. അങ്ങനെ നമ്മൾ ഈ ജങ്കാറിന് കയറി നദിയുടെ ഇങ്ങേക്കരയ്ക്ക് എത്തിയിരിക്കുകയാണ്. നമുക്കിനി ഇവിടെ നിന്ന് ജുരൻപൂരിന് പോകാനായിട്ടുള്ള, നമ്മുടെ ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ടുള്ള എന്താണ് സംവിധാനം ഉള്ളതെന്ന് നമുക്ക് നോക്കണം. നമ്മൾ ഇവിടം വരെ വന്നതിന് ആരും നമ്മളോട് പൈസ വിട്ട് ചോദിച്ചുമില്ല, നമ്മൾ കൊടുത്തുമില്ല. 3 രൂപ എന്നൊക്കെ പറയുന്നത് കേട്ടായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങി വരുമ്പം ഇവിടെയാണ് പൈസ കൊടുക്കേണ്ടത്. ഇറങ്ങി ഇതിന് വെളിയിലോട്ട് ഇറങ്ങണമെങ്കിൽ പൈസ കൊടുത്തിട്ടേ പോകാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇങ്ങേക്കരയിൽ ഇറങ്ങി ഓട്ടോ കിട്ടി നമുക്ക്. പക്ഷേ ഓട്ടോ കിട്ടിയപ്പോഴാണ് ഇവിടെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഈ നദിക്ക് ക്രോസ് ചെയ്യണം. ഈ നദിക്കല്ല, നമ്മളിപ്പോൾ 2 നദിയും കൂടെ സംഗമിക്കുന്ന ഒരു സ്ഥലത്തു നിന്നാണ് നമ്മൾ ക്രോസ് ചെയ്ത് ഇങ്ങേ സൈഡിൽ വന്നത്. ഇനി ഇവിടെ നമ്മൾ ഈ കാണുന്ന നദി ക്രോസ് ചെയ്ത് പോകണം. നദി അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെപ്പോഴും ശക്തിപീഠത്തിൽ എത്തുമെന്നുള്ള കാര്യം അറിയത്തില്ല. എന്താണെങ്കിലും നമ്മൾ വീണ്ടും ഇങ്ങനെ ബംഗാളിൻ്റെ ഗ്രാമപ്രദേശത്തോട്ട് വന്നിരിക്കുകയാണ്. നമ്മളിങ്ങനെ ഒരു 2 പ്രാവശ്യം ബോട്ടേ കയറേണ്ട വരുമെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. ഒരു ഓട്ടോക്കാരൻ നമ്മളെ ഇവിടെ കൊണ്ട് വിട്ടിട്ടുണ്ട്. ഇതൊരു ഉധംപൂർ ഘാട്ട് എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. ഇവിടെ നമുക്ക് വീണ്ടും ഇനി ക്രോസ് ചെയ്ത് അങ്ങേ കരയ്ക്ക് പോകണം. എൻ്റെ ഈ വണ്ടിയൊക്കെ നമ്മുടെ ബോട്ടിൽ കയറി അങ്ങേ സൈഡിലോട്ട് പോകാനായിട്ടുള്ളതാണ്. ഈ കാണുന്ന ബോട്ടാണ്. അത് ആൾക്കാർ വന്ന് നിറഞ്ഞിട്ട് വേണം അങ്ങേ സൈഡിലോട്ട് നമുക്ക് പോകാനായിട്ട്. ഈ ബോട്ടിൽ ഇങ്ങനെ ഒരു വണ്ടി കൊണ്ടിട്ടിരിക്കുക. നിറച്ച് കച്ചിയുള്ള വണ്ടിയാണ്. അതിൻ്റെ കീഴെ നമുക്ക് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് വെയിലടിക്കാതെ നിൽക്കാനായിട്ട് പറ്റും. അങ്ങനെ നമ്മൾ ജുരൻപൂർ ശക്തിപീഠത്തിലോട്ടുള്ള യാത്ര 2ാമത്തെ ബോട്ടിൽ കയറി വീണ്ടും നദി ക്രോസ് ചെയ്ത്. ഇതാണ് ശരിക്കും ഗംഗാനദി. ഇതാണ് ഇവിടെ അന്വേഷിച്ചപ്പോൾ നമ്മളിത് ഗംഗാനദിയാണ്. മുമ്പ് നമ്മൾ ക്രോസ് ചെയ്ത് ഗംഗാനദിയും അജയനദിയും കൂടെ സംഗമിച്ച ആ നദിയാണ് നമ്മൾ ക്രോസ് ചെയ്തത്. ഉണ്ട് ഇതിലിപ്പോൾ ഓൾറെഡി ഇപ്പോൾ 3 വണ്ടി കിടപ്പുണ്ട്. ഇതുപോലെ തന്നെ 3 വണ്ടി ഈ സൈഡിൽ കിടപ്പുണ്ട്. വേറെ ചെറിയ ചെറിയ വണ്ടികളുമുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഗംഗാനദി ക്രോസ് ചെയ്ത് ഇങ്ങേ സൈഡിൽ വന്നു. ഇവിടെ നിന്ന് ഇനി അടുത്ത എന്തെങ്കിലും സംവിധാനം നോക്കണം. അങ്ങനെ നമ്മൾ ആ ഗംഗാനദി ക്രോസ് ചെയ്ത് നമ്മൾ ഇങ്ങനെ ഒരു സ്ഥലത്തോട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഈ ടോട്ടോയൊക്കെ കിടപ്പുണ്ട്. ഇനി എത്ര രൂപ പറയുന്നത് നമുക്കറിയത്തില്ല, ചോദിച്ചു നോക്കാം. നമുക്കങ്ങനെ ഇവിടെ നിന്ന് ജുരംപൂരിനുള്ള ഒരു ഓട്ടോ കിട്ടിയിരിക്കുകയാണ്. നമ്മളിനി നമ്മുടെ ശക്തിപീഠ ക്ഷേത്രത്തിലോട്ടാണ് പോകുന്നത്. ഇവിടെ നിന്ന് നമ്മളെന്നാൽ ഒരു കടത്ത് കിടക്കണമെന്ന് നമുക്കറിയാമായിരുന്നു. ഇങ്ങനെ 2 കടത്ത് കിടക്കണമെന്നുള്ളൊരു ഇതിനെക്കുറിച്ച് നമുക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ നമ്മൾ നമ്മുടെ 22ാമത്തെ ശക്തിപീഠ ക്ഷേത്രത്തിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട ഗ്രാമപ്രദേശമാണ്. ബംഗാളിലെ ഗ്രാമപ്രദേശത്തൂടാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഈ ഓട്ടോക്കാരൻ പറഞ്ഞത് നമുക്ക് കത്വ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഡയറക്റ്റ് അവിടെ കത്വ ഘാട്ട് എന്ന് പറഞ്ഞൊരു ഘാട്ടുണ്ട്. ആ ഘാട്ടിലോട്ട് നമുക്ക് പോകാനായിട്ട് ബോട്ട് കിട്ടുമായിരുന്നു. പക്ഷേ നമ്മൾ വന്നത് വേറെ ഒരു കടവിലാണ് വന്നത്. നമ്മളെ എവിടെ നിന്ന് കൊണ്ട് വിട്ടത്, ഓട്ടോക്കാരൻ വിട്ടത് വേറെ ഒരു കടവിലാണ്. അതുകൊണ്ടാണ് നമുക്കിങ്ങനെ 2 നദി ക്രോസ് ചെയ്ത് വരേണ്ട വന്നതെന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് ആടും പൂത്തും എല്ലാം കൂടെ ഒന്നിച്ച് നടക്കുന്നത്. ഇതുകൊണ്ട് ഇവിടെ നിൽക്കുന്നതുകൊണ്ട് കൂട്ടമായിട്ട് നിൽക്കുന്ന മുഴുവൻ കഞ്ചാവിൻ്റെ ചെടികളാണ്. നമ്മൾ കുറച്ച് ഇങ്ങോട്ട് വന്നപ്പോഴത്തേനും ഇവിടെ
ഇങ്ങനെയൊരു ക്ഷേത്രമാണ് കാണുന്നത്. ഇത് ശിവഭഗവാന്റെ ഒരു ക്ഷേത്രമാണ്. നമ്മളിങ്ങനെ ഗ്രാമപ്രദേശത്ത് ഓട്ടോക്കാരൻ എന്നാലും നമുക്ക് ഈ കാഴ്ചകളുടെ ഓരോന്ന് പറഞ്ഞു തന്നാണ് പോകുന്നത്. ഇവിടെ നെല്ലിൻ്റെയൊക്കെ കൃഷി കാണുന്നത്. തീർത്തും ഗ്രാമപ്രദേശമാണ്, ഇദ്ദേഹത്തിൻ്റെ ഗ്രാമമാണെന്നാണ് പറഞ്ഞത്. നമ്മളിങ്ങനെ ഗ്രാമപ്രദേശത്തോടാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളിവിടെ ബംഗാളിൽ എനിക്ക് തോന്നുന്നു ഇപ്പം 26ാമത്തെ ദിവസം കൊണ്ടാണെന്ന് തോന്നുന്നു. ഇങ്ങനെ ബംഗാളിൽ കയറിയപ്പം മുതൽ തന്നെ ഇതുപോലെ ഗ്രാമപ്രദേശമാണ്, ഗ്രാമത്തിലൂടെയാണ് തുടർച്ചയായിട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ജുരൻപൂർ എന്ന് പറയുന്ന സ്ഥലത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കുറച്ച് കടകളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. ഇപ്പോൾ ഇവിടെ ഉച്ചസമയമായതുകൊണ്ട് കടകളെല്ലാം അടച്ചിട്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ജുരൻപൂർ ശക്തിപീഠ ക്ഷേത്രത്തിൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ്. നമ്മളിതെല്ലാം വിളിച്ച് സംസാരിച്ചായിരുന്നു. എന്നാലും ഇവിടെ നമ്മൾ വന്ന ഇവിടെ നമുക്ക് ഭക്ഷണമൊക്കെ വിളമ്പി തന്നു. നമുക്ക് ഇനി താമസിക്കാനായിട്ടുള്ള സൗകര്യമൊക്കെ അറേഞ്ച് ചെയ്ത് തരാമെന്നാണ് പറഞ്ഞത്. എന്നാലും ചെല്ലുന്ന സ്ഥലങ്ങളിലെല്ലാം നമുക്ക് ഇതുപോലെ നല്ല സൗകര്യങ്ങൾ എല്ലായിടത്തും കിട്ടുന്നുണ്ട്. അഹം വൈശാനരോ ഭൂത്വാ പ്രാണിനാം ദേഹമാശ്രിതാം പ്രാണാപാനസമായുക്തം പചാമ്യന്നം ചതുർവിധം. അപ്പോൾ നമുക്ക് താമസിക്കാനായിട്ട് ഇവിടെ പരിമിതമായിട്ടുള്ള സൗകര്യങ്ങളൊക്കെയാണുള്ളത്. ഏറ്റവും കുറഞ്ഞത് ഒരു ദിവസമെങ്കിലും നമ്മൾ ഈ ശക്തിപീഠ ക്ഷേത്രങ്ങളിൽ താമസിക്കണമെന്നൊരു ആഗ്രഹം പറഞ്ഞപ്പോൾ നമുക്ക് ഈ ഒരു സംവിധാനമാണ് നമുക്ക് ചെയ്തു തന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഇന്ന് രാത്രി ഇവിടെ വിശ്രമിച്ചിട്ട് നമുക്ക് നാളെ രാവിലെ ഇവിടുന്ന് പോകാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇവിടെ നിന്ന് പെട്ടെന്ന് ഫ്രഷായിട്ട് നമുക്ക് ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളൊക്കെ കാണാം. നമ്മുടെ 22ാമത്തെ ശക്തിപീഠമായിട്ടുള്ള ജുരൻപൂരിലെ ജയദുർഗ ശക്തിപീഠ ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് ഇപ്പോഴുള്ളത്. നമ്മളോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനായിട്ട് ഇവിടുത്തെ ഒരു ചേട്ടനുണ്ട്. അദ്ദേഹം ഈ ക്ഷേത്രത്തിൻ്റെ അകത്തോട്ടുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണിച്ചു തരും. ഇതാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാന ഗോപുരമാണിത്. നമുക്ക് ഈ ഗോപുരത്തിൻ്റെ ഉള്ളിലൂടെ അകത്തോട്ട് കയറി വരാം. നമ്മൾ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലോട്ട് കയറി വരുമ്പോഴത്തേന് ഇങ്ങനെ ഇവിടെ ഒരു മരം കാണാം. ഇതിനെ ഈ ചേട്ടൻ പറഞ്ഞത് ഇത് തമാൽ എന്നാണ് പറയുന്നത്. ഇത് അതുപോലെ തന്നെ നമ്മുടെ ഇവിടെയൊക്കെ കാണുന്ന വാഗ പോലെ ഒരു മരമാണ്. നമുക്ക് മുന്നോട്ട് പോകാം. ഇവിടെ ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത, ഈ ക്ഷേത്രത്തിന് പ്രത്യേകിച്ച് വേറെ ശ്രീകോവിലില്ല. ദേവി ഇവിടെ കുടികൊള്ളുന്നത് ഈ ആലിൻ്റെ തറക്കിലാണ്. വളരെ ഡീറ്റെയിൽഡായിട്ട് ഈ ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങളും കഥകളും എല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ശക്തിപീഠം അറിയപ്പെടുന്നത് കാളിപീഠ, കാളിഘട്ട എന്നൊക്കെ ഈ ശക്തിപീഠം അറിയപ്പെടുന്നത്. അതായത് കാളിപീഠ ശക്തിപീഠം, കാളിഘട്ട ശക്തിപീഠം എന്നറിയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ജുനക്പൂർ ശക്തിപീഠം എന്നറിയപ്പെടുന്നുണ്ട്. ഇവിടുത്തെ ദേവി അറിയപ്പെടുന്നത് ജയദുർഗ എന്നാണ് ദേവി അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഭൈരവന് ക്രോധിഷ ഭൈരവനാണ്. നമ്മൾ ഇതുവരെ കണ്ടതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഉള്ള ഒരു ശക്തിപീഠ ക്ഷേത്രമാണ് ഇദ്ദേഹം. ഈ ഗേറ്റ് അടയ്ക്കാറേ ഇല്ലെന്നാണ് പറഞ്ഞത്. രാത്രിയിലും ഈ ഗേറ്റ് അടയ്ക്കാറില്ല. ആർക്ക് വേണമെങ്കിലും അകത്ത് കയറി ദർശനം ചെയ്യാനായിട്ടുള്ള സൗകര്യമുണ്ട്. അപ്പോൾ ഈ ഗേറ്റും നമുക്ക് ഇദ്ദേഹം തുറന്നു തന്നു. അപ്പം നമ്മൾ നമ്മുടെ 22ാമത്തെ ശക്തിപീഠ ദർശനത്തിനായിട്ട് പോവുകയാണ്. ദേവിയുടെ നെറ്റി പതിച്ച സ്ഥലമാണിത്. ഇവിടെ നമുക്ക് ഭൈരവൻ്റെ ക്ഷേത്രം കാണാൻ സാധിക്കുന്നത് ഈ ശക്തിപീഠത്തിന് നേരെ മുന്നിലായിട്ട്, അതായത് ദേവിയുടെ ലലാടം പതിച്ച ആ ശക്തിപീഠം ഇരിക്കുന്നതിന് നേരെ മുന്നിലായിട്ടാണ് ഈ ഭൈരവൻ്റെ ക്ഷേത്രമുള്ളത്. ഇവിടുത്തെ ഭൈരവൻ അറിയപ്പെടുന്നത് ക്രോധിഷ ഭൈരവൻ എന്നാണ് ഭൈരവൻ അറിയപ്പെടുന്നത്. ഈ ശക്തിപീഠങ്ങളിലെല്ലാം നമുക്ക് ഭൈരവൻ്റെ ക്ഷേത്രവും കാണാൻ സാധിക്കും. ഇതാണ് ക്രോധിഷ ഭൈരവൻ. ഈ ശക്തിപീഠത്തിൻ്റെ സംരക്ഷകനായിട്ടുള്ള ഭൈരവൻ. ഇത് പരമശിവൻ തന്നെയാണ്. വേറെ ഇവിടെ മറ്റ് പ്രധാന ഒരു കാഴ്ചയെന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ശക്തിപീഠത്തിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് നമ്മുടെ ഈ ഭൈരവ ക്ഷേത്രത്തിൻ്റെയൊക്കെ സൈഡിലായിട്ട് ഇവിടെ പാതാൾഘർ എന്ന് പറഞ്ഞുകൊണ്ട് ഇതുപോലെ ഒരു ഇതാണ് കാണുന്നത്. ഒരു ഗോപുരം കാണാം. ഒരു ചെറിയൊരു ശ്രീകോവിൽ പോലൊരു സംഭവം കാണാം. ഇതിപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. ഇതുവഴി താഴോട്ട് ഇവിടെ ഗംഗാനദി വരെ ഇങ്ങനെ വഴിയുണ്ടെന്നാണ് പറയുന്നത്. ഇതിനെക്കുറിച്ചിട്ട് പറയുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ദേവി നേരത്തെ ഈ നദി ഒഴുകിക്കൊണ്ടിരുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ സമീപത്തായിട്ടായിരുന്നു ഗംഗാനദി ഒഴുകിക്കൊണ്ടിരുന്നത്. പിന്നെ ഗംഗാനദി ദിശ മാറി ഒഴുകി കഴിഞ്ഞപ്പോഴത്തേനും ദേവി ഇവിടുന്ന് കുളിക്കുവാൻ വേണ്ടിയിട്ട് ഗംഗാനദിയിലോട്ട് പോകുന്ന വഴിയായിരുന്നു ഇതെന്നാണ് പറയുന്നത്. അതുപോലെ വേറെ ഒരു സംഗതി ഇതിനെക്കുറിച്ച് കേൾക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്വാതന്ത്ര്യ സമരകാലത്ത് പല സ്വാതന്ത്ര്യ സമര സേനാനികളും ഈ തുരങ്കത്തിന് അകത്ത് ഉള്ളിലോട്ട് ഒത്തിരി ഉണ്ട്. ഈ തുരങ്കത്തിന് ഉള്ളിൽ ഒളിത്താവളമായിട്ട് ഈ തുരങ്കത്തിനുള്ളിൽ ഒളിച്ചു താമസിച്ചിരുന്നു എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ മറ്റ് ശക്തിപീഠങ്ങളിലൊക്കെ നമ്മൾ കണ്ടതുപോലെ തന്നെ ഇവിടെയും നമുക്കൊരു ബലിപീഠം കാണാം. ഇവിടെ ശനിയാഴ്ച, ബുധനാഴ്ച, അതുപോലെ പൗർണമി ദിവസം, അമാവാസി ദിവസം അങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ ഇവിടെ ബലി നടക്കുന്നതാണ് പറഞ്ഞത്. ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് ഇന്നും ഇവിടെ ബലി നടന്ന സ്ഥലമാണ്. നമുക്കിവിടെ കാണാം. ഇവിടെ ചോരയൊക്കെ ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇത് ഇത്രയും വലിയ ഒരു ആൽ കണ്ടു. ഈ ആൽമരത്തിൻ്റെ ഒരു വലിപ്പം കണ്ടു. ഇത്രയും വലിയ വലിപ്പത്തിലുള്ള ഒരു ആലിൻ്റെ ചൂട്ടിലായിട്ടാണ് ഇവിടെ ദേവി കുടികൊള്ളുന്നത്. അതുപോലെ നമ്മൾ മറ്റ് ക്ഷേത്രങ്ങളെല്ലാം കണ്ടായിരുന്നു നാട്യമണ്ഡപം. ഇതാണ് നാട്യമണ്ഡപം. ഇവിടെ വിശ്രമിക്കാനായിട്ടും ജപിക്കാനായിട്ടും ഒക്കെയുള്ള നാട്യമണ്ഡപമാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെ വേറെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ദേവിയുടെ അലങ്കാരങ്ങളും
ആരാധനകളുമൊക്കെ നടക്കുന്നത്. അതായത് ദേവിക്ക് നേദ്യമൊക്കെ സമർപ്പിക്കുന്നത് ഇവിടെയാണ്. ഈ നാട്യമണ്ഡപത്തിനുള്ളിൽ ഇതിന് ഉള്ളിലാണ് ദേവി ഇരിക്കുന്നത്. ഇവിടെയാണ് ദേവിക്ക് നൈവേദ്യമൊക്കെ ചെയ്യുന്നത്. ഇവിടെയാണ്, നമുക്ക് കാണത്തില്ല, ഉള്ളിലായിട്ട് ദേവിയുടെ ഒരു പ്രതിമയുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ സെക്രട്ടറി. ഈ ക്ഷേത്രം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ക്ഷേത്രമാണ്. നമ്മൾ വീണ്ടും ഈ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ, അതായത് നമ്മുടെ ശക്തിപീഠത്തിൻ്റെ മുന്നിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ കണ്ട പിള്ളേരൊക്കെ ഇവിടെ ഇങ്ങനെ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ ഇങ്ങനെ പിള്ളേരൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ മുന്നിൽ ഈ ക്ഷേത്രത്തിൽ നമുക്ക് പെട്ടെന്നൊരു പ്രദക്ഷിണം വെക്കാം, ശക്തിപീഠം. അതായത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ വളരെ നല്ല രീതിയിൽ ഇവർ മാനേജ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ അറിയാം എല്ലാവർക്കും. ഈ ക്ഷേത്രത്തിനായിട്ടൊരു വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റൊക്കെ ഞാൻ ലിങ്കിൽ കൊടുത്തേക്കാം. എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ അതിനകത്ത് കയറി നോക്കിയാൽ മതി. അപ്പോൾ ഇതാണ് വളരെ വലിയ ഒരു ആലാണ്. ഇതിന് ചുറ്റും കണ്ടോ, നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ കണ്ടില്ലേ ഇങ്ങനെ ആഗ്രഹ പൂർത്തീകരണത്തിനായിട്ട് ഓരോരുത്തർ ഇങ്ങനെ ഓരോ സംഗതികളിങ്ങനെ പ്ലാസ്റ്റിക് കൂടുതൽ കല്ലാണ് കെട്ടിയിട്ടിരിക്കുന്നത്. അപ്പോൾ അവരുടെ ആഗ്രഹം സാധിച്ചു കഴിഞ്ഞാൽ അവരിവിടെ നിന്ന് ഇത് വന്ന് അഴിച്ചു മാറ്റും. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു സങ്കല്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വളരെ വലിയൊരു ആൽമരമാണ്. നമുക്കിതിന് പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശക്തിപീഠത്തിന്. ഈ ശക്തിപീഠത്തിൻ്റെ സമീപത്തോടെയാണ് ഗംഗാനദി ഒഴുകുന്നത്. ആ ഗംഗാനദി കാണാനായിട്ട് നമ്മൾ പോവാണ്. ഇവിടുന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ ദൂരെയായിട്ടാണുള്ളത്. നമുക്ക് നടന്ന് ഇവിടുത്തെ ഗ്രാമത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് ഗംഗാനദിയുടെ തീരത്തേക്ക് പോകാം. നമ്മൾ ആ നദിയുടെ തീരത്തോട്ട് പോകുമ്പോൾ നമ്മുടെ ഇടത് സൈഡിലായിട്ടാണ് ക്ഷേത്രവും ആൽത്തറയും ഒക്കെ കാണുന്നത്. നമ്മുടെ ശക്തിപീഠം സ്ഥിതി ചെയ്യുന്ന ആൽത്തറയാണ് നേരെ മുന്നിലായിട്ട് കാണുന്നത്. ഇവിടെ കണ്ടോ, നല്ല സുന്ദരം. നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന വാഗ തന്നെയാണിത്, വാഗയുടെ. ഇവിടെ നമ്മൾ നദിയിലോട്ട് പോകുമ്പം സൈഡിലായിട്ട് ഇതുപോലെ ലിച്ചി തോട്ടങ്ങളാണ് കാണുന്നത്. കായ്ച്ച് കിടക്കുന്നത് നമുക്ക് കാണാം ഇവിടെ ദൂരെ നിന്നത്. ഇവിടെയൊക്കെ ജനവാസം തീരെ കുറവാണ്. ഇവിടെ വീടുകളൊന്നും കാണാനായിട്ടില്ല ഇപ്പോൾ ഇതുവരെ നമ്മൾ വന്ന വഴിക്കൊന്നും. ഇതുണ്ട്, ഒരു സൈഡിൽ മുഴുവൻ ഇങ്ങനെ കൃഷി സ്ഥലങ്ങളാണ്. ഒരു സൈഡിലല്ല, 2 സൈഡിലും ഇങ്ങനെ കൃഷി സ്ഥലങ്ങളാണ്. അവിടെ നമ്മൾ കണ്ട ലിച്ചിയെ ഇവിടെ ഇങ്ങനെ എള്ളിൻ്റെ കൃഷി കുറച്ച് ദൂരെയായിട്ട് കാണാം. അതുപോലെ ഇവിടെയും എള്ളൊക്കെയാണ് തോന്നുന്നു. അങ്ങ് കുറേ ദൂരെയായിട്ട് കരിമ്പ് കാണാം, നെല്ല് കാണാം. അവിടെ ആൾക്കാരൊക്കെ ഇവിടെ പണിതുകൊണ്ടിരിക്കുന്നത് കാണാം. രാവിലെ ഇവിടെ 7 മണിയൊക്കെ ആയി വരുന്നേ ഉള്ളൂ. ഇവിടെ രാവിലെ നേരം വെളുക്കും. നേരത്തെ ഒരു 4 മണിയൊക്കെ ആകുമ്പോഴത്തേനും 4-4:15 ആകുമ്പോഴത്തേനും നല്ലപോലെ പ്രകാശമാകും. ഇവിടെ സൈഡിലായിട്ട് കാണുന്ന ഒരു പനയാണ്. ഇവിടെ കുറേ ഇങ്ങനെ ഈ പനകൾ കാണാം. ഇതാരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാവോ, ഇത് പാമോയിലിൻ്റെ എണ്ണപ്പനയാണോ എന്ന്? പാമോയിൽ എടുക്കുന്ന ഈ പനയ്ക്കകത്തുനിന്നാണോ എന്ന് അറിയത്തില്ല. അപ്പം അങ്ങനെ ഒരു പന ഇവിടെ കാണുന്നുണ്ട്. ഇത്രയും നേരം നമ്മൾ നടന്നു വന്ന വഴി കോൺക്രീറ്റ് വഴിയായിരുന്നു. ഇപ്പം തീരെ ഒരു മൺ റോഡിലോട്ടാണ് കടന്നേക്കുന്നത്. ഇവിടെ എങ്ങും ജനവാസം ഉള്ള സ്ഥലമേ ഇല്ല. മനുഷ്യരെ ഒന്നും ഇവിടെ കാണാനേ ഇല്ല. ഇവിടെ പാടത്തൊക്കെ പണിതുകൊണ്ട് ദൂരെയൊക്കെ ആൾക്കാർ നിൽപ്പുണ്ട്. ഇവിടെ ദൂരെയായിട്ട് നമുക്ക് നദി കാണാം. നമ്മൾ മാപ്പിനകത്ത് നോക്കിയപ്പം നദി ഇതുവഴി ഒഴുകുന്നത് കണ്ടുകൊണ്ട് ഇങ്ങോട്ട് വന്നതാണ്. ഇവിടെ ഇറങ്ങാനായിട്ടുള്ള കടവുണ്ടോയെന്നൊന്നും അറിയത്തില്ല. ഇവിടെ കണ്ടോ, ഇവിടെയും എള്ള് പാടമാണ് നിൽക്കുന്നത്, എള്ള് ചെടിയാണ് നിൽക്കുന്നത്. ഇവിടെയൊക്കെ കൂടുതലായിട്ട് എള്ളിൻ്റെ കൃഷിയാണ് കാണുന്നത്. എള്ളും നെല്ലുമാണ് ഇവിടെ കൂടുതലായിട്ട് കൃഷികൾ കാണുന്നത്. കുറച്ച് ദൂരം കൂടെ ഉള്ളു ഇനി നദിയുടെ അടുത്തോട്ട് എടുക്കാനായിട്ട്. ഡ്രസ്സ് മാറാനായിട്ടുള്ള സൗകര്യവും ബാത്റൂമും ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതാണ് നേരെ മുന്നിൽ കാണുന്നതാണ് നദിയെ. ഇതുണ്ട്, ഇതുവഴി കുറുക്കന്മാരിഷ്ടം പോലെ കാണാം. ഇന്നലെ രാത്രി നമ്മൾ കിടന്ന ആ ക്ഷേത്രത്തിൻ്റെ അടുത്തൊക്കെ ഒത്തിരി കുറുക്കന്മാരുണ്ടായിരുന്നു. കുറുക്കന്മാർക്ക് ഇവിടെ പേടിയൊന്നുമില്ല, ശകലം പോലും പേടിയൊന്നുമില്ല. മനുഷ്യരുടെ അടുത്തൊക്കെ വന്ന് പോകുന്നത് കാണാം. ഇവിടെ നദിയുടെ തീരം വരെ ഇങ്ങനെ വഴിയുണ്ട്. ഈ വഴി എനിക്ക് തോന്നുന്നത് നദിയിൽ നിന്ന് മണൽ വരുന്നുണ്ട്. മണൽ വാരാനായിട്ട് വണ്ടിയൊക്കെ ലോറിയൊക്കെ വരാനായിട്ടുള്ള വഴിയാണിത്. ഇതുണ്ട്, ഇവിടെ മണൽ കൂട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഗംഗാനദിയുടെ തീരത്തെത്തി. ഇത് ഗംഗാനദി എന്ന് പറഞ്ഞാൽ ഗംഗാനദി ഇടയ്ക്ക് വെച്ചിട്ട് ഇങ്ങനെ കൈവഴിയായിട്ട് മാറിയൊക്കെ ഒഴുകുന്നുണ്ട്. അങ്ങനെ വരുന്ന ഒരു ഭാഗമാണിത്. അപ്പം നമുക്കിവിടെ ഇറങ്ങാൻ പറ്റുമോ എന്ന് നോക്കാം. ഇറങ്ങാനായിട്ട് അറിയത്തില്ല, ആഴമൊക്കെ എത്രമാത്രം ഉണ്ടെന്നൊന്നും അറിയത്തില്ല. ചെളിയുമാണെന്ന് തോന്നുന്നു. ഇവിടെ ഇറങ്ങാതിരിക്കുന്നതായിരിക്കും ബുദ്ധിയെന്ന് തോന്നുന്നു. ചെളിയാണ്, ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ താന്ന് പോകുമെന്ന് അറിയത്തില്ല. എന്നാലും ഒന്ന് ഇറങ്ങി നോക്കുവാണ്. ഇവിടെ മണൽ വാരുന്ന ആൾക്കാരൊക്കെ ഇറങ്ങിയിട്ടുള്ളതാണെന്ന് തോന്നുന്നു. ചെരുപ്പിൻ്റെയൊക്കെ പാടൊക്കെ കാണുന്നുണ്ട്. ഇവിടെ ഏതാണ്ട് ജീവിയൊക്കെ കുറച്ച് മുമ്പേ ആറ്റിൽ നിന്ന് ഇങ്ങനെ പൊങ്ങി വരുന്നത് കണ്ടായിരുന്നു. എന്നാലും നോക്കാം, കാല് താന്ന് പോകുമെന്ന് അറിയത്തില്ല. ജീവിയും വരുന്നുണ്ടെന്ന് നോക്കിയാണ് കേട്ടോ. പുറകിൽ എന്നാ സാധനം, എന്നാ സാധനം അത്? ഞാൻ കണ്ടു ഒരു വലിയൊരു ജീവി. അതാ നോക്കുമ്പോഴത്തേക്ക് അത് പോയി. ഇതേ സാധനം ഞാൻ എവിടെയും കണ്ടത്. മുതലല്ല, എന്തോ ഒരു സാധനം, ഭയങ്കര വലിയ വലുപ്പത്തിലുള്ള സാധനം ഇങ്ങനെ വെള്ളത്തിൽ കൂടെ പൊങ്ങി താഴുന്നൊക്കെ ചെയ്യുന്നുണ്ട്.
അങ്ങനെ ശിവരാത്രിക്ക് കുംഭമേളയ്ക്ക് നമ്മുടെ പ്രയാഗ്രാജിലാണ് ഗംഗാനദിയിൽ ഇതിനു മുമ്പ് കുളിച്ചിരിക്കുന്നത്. 51 ശക്തിപീഠങ്ങളിലൂടെയുള്ള യാത്രയുടെ ഭാഗമായിട്ട് നമ്മൾ പശ്ചിമ ബംഗാളിലെ ജുരൻപൂർ ശക്തിപീഠ ക്ഷേത്രത്തിൻ്റെ കാഴ്ചയും ഇവിടെ പൂർത്തിയാക്കിയിരിക്കുകയാണ്. നമ്മൾ ഇവിടെ നിന്ന് അടുത്തായിട്ട് പോകുന്നത് പശ്ചിമ ബംഗാളിലെ തന്നെ ക്ഷീരഗ്രാമിലുള്ള യോഗാദ്യ ശക്തിപീഠ ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ ദയവായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വീഡിയോകളൊക്കെ തുടർച്ചയായിട്ട് ശക്തിപീഠത്തിൻ്റെ വീഡിയോകളൊക്കെ എല്ലാവരും കാണുക. എല്ലാവർക്കും നമസ്കാരം.